കരയിൽ വന്നടിയുന്ന കണ്ടെയ്നറുകളുടെ കാര്യത്തിൽ പോർബന്ദർ ആസ്ഥാനമാക്കിയിട്ടുള്ള വിശ്വകർമ്മ കമ്പനിയായിരിക്കും നടപടിക്രമങ്ങൾ നിയന്ത്രിക്കുന്നത്. അവരുടെ നേതൃത്വത്തിലായിരിക്കും ആ നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകുക. എന്നാൽ കടലിലുള്ള കണ്ടെയ്നറുകളുടെ കാര്യത്തിൽ അമേരിക്ക ആസ്ഥാനമായിട്ടുള്ള TNT എന്ന കമ്പനിയാണ് ഈ കപ്പൽ അധികൃതർ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് എന്ന വിവരം അവര് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗമായി TNTയുടെ കമ്പനി വന്ന് ഇന്നലെ കപ്പലിന് ചുറ്റും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സൈഡ് സ്കാനിങ് സോണാർ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തി. അത് വളരെ ഫലപ്രദമായിട്ടുള്ളൊരു പരിശോധനയാണ്. അൾട്രാസൗണ്ട് രശ്മികൾ ഉപയോഗിച്ചുകൊണ്ടാണ് എത്ര ആഴത്തിലാണ് കപ്പലുണ്ടാവുക, കപ്പലിനടിയിൽ എത്ര സൗകര്യങ്ങളുണ്ട്, എത്ര സംവിധാനങ്ങളുണ്ട്, കപ്പലിനുള്ളിൽ എന്തെല്ലാം ഉണ്ട്, ഇതെല്ലാം നോക്കുന്നത് അവരാണ്. അതനുസരിച്ച് അവരാ ഒരു പരിശോധന നടത്തിയപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ ഈ കപ്പലിൻ്റെ ഏറ്റവും കൂടിയ ആഴം 51 മീറ്ററും കപ്പലിൻ്റെ ഏറ്റവും കുറഞ്ഞ ആഴം 31 മീറ്ററുമാണ് എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ നമുക്കൊരു ആശാവഹമായിട്ടുള്ള ഒരു വിഷയമാണ്. നമ്മൾ കരുതിയത് 100 മീറ്ററിൽ താഴെയായിരിക്കും കപ്പലുണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സൈഡ് സ്കാനിങ് സോണാർ പരിശോധന കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടിയ ആഴം 51 മീറ്ററും മുകളിൽ നിന്നുള്ള ആഴം 31 മീറ്ററുമാണ്. അപ്പോൾ അതിന് നമുക്ക് ലഭ്യമാകുന്നൊരു പ്രധാനപ്പെട്ട സഹായം എന്ന് പറയുന്നത്, നമുക്ക് സാച്ചുറേറ്റഡ് ഡൈവേഴ്സ് ഉണ്ട്. അവർക്ക്, അതായത് സാച്ചുറേറ്റഡ് വിത്ത് ഡിസോൾവ്ഡ് ഗ്യാസസ് എന്ന് പറയുന്ന വിധത്തിൽ നൈട്രജൻ ഉൾപ്പെടെ ഏതിനെയും പ്രതിരോധിക്കാൻ കരുത്തുള്ള പ്രത്യേക ഡൈവേഴ്സ് ഉണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. അവരവകാശപ്പെടുന്നത് 152 മീറ്റർ വരെ താഴത്തിലേക്ക് അവർക്ക് ഡൈവ് ചെയ്ത് പോകാനാകും. നൈട്രജൻ്റെ പ്രശ്നം ഉണ്ടെങ്കിലും അവർക്ക് പോകാനാകും. അവരെ സാച്ചുറേറ്റഡ് ഡൈവേഴ്സിൻ്റെ സഹായം ഈ കാര്യത്തിൽ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് 152 മീറ്റർ, അതായത് ഏതാണ്ട് 500 ഫീറ്റ് വരെ കടലിൻ്റെ ഉപരിതലത്തിൽ നിന്ന് താഴത്തേക്ക് പോകാൻ പറ്റും എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവരുപയോഗിച്ചുകൊണ്ട് ഇനി വരും ദിവസങ്ങളിൽ കപ്പലിനകത്തുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്, കണ്ടെയ്നറുകൾ മറ്റുള്ളത് എവിടെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയും. കാൽസ്യം കാർബൈഡ് അടങ്ങിയിട്ടുള്ള കണ്ടെയ്നറുകൾ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അത് അപകടകരമായ വിധത്തിൽ ജലവുമായി കൂടിച്ചേരാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നാണ് TNT കമ്പനി നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. DG ഷിപ്പിംഗ് മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചപ്പോഴും ഈ കാൽസ്യം കാർബൈഡ് അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ വളരെ സേഫായി പുറത്തേക്ക് വരാത്ത വിധം അനുദിനീയ ഷീറ്റടിച്ച് ഭദ്രമാക്കിയിട്ടുള്ള കണ്ടെയ്നറുകളിലാണ് ഉള്ളത്. അതൊരു കാരണവശാലും പുറത്ത് വരില്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു പേടി ഉണ്ടാകേണ്ടതില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ ഇന്നലെ ആരംഭിച്ച, നേരത്തെ ഞാൻ പറഞ്ഞ സോണാർ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് നമ്മൾ ഈ 51 മീറ്ററും 31 മീറ്ററും കണ്ടെത്തിയത്. കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ ഇന്നലെ അത് കൂടുതലായിട്ടുള്ള തുടർ തെരച്ചിൽ നടത്താൻ കഴിഞ്ഞിട്ടില്ല. വിശദമായിട്ടുള്ള സോണാർ സർവേ കാലാവസ്ഥ ആയാൽ ഉടനടി ആരംഭിക്കാൻ നമുക്ക് കഴിയും. അതോടുകൂടി ഇവിടെ നമ്മൾ കണ്ടെത്തിയ 56 ഒഴികെ ബാക്കിയുള്ള കണ്ടെയ്നറുകൾ കടലിൻ്റെ താഴെപ്പരപ്പിൽ എവിടെയാണെന്ന് നമുക്ക് ബോധ്യപ്പെടാൻ വേണ്ടി കഴിയും.